എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഇതേപോലെ പറയാൻ പറ്റാതെ പോയ പ്രണയങ്ങളുണ്ടാവും. അത് മേ ബി ഒന്നിച്ചിരുന്നെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയേനെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ പറ്റാതെ പോകുന്നത് പ്രണയങ്ങൾ? ഈ വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് ശരിക്കും. അവരാദ്യം പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ ഇനിയിപ്പോ അതാ അവർ ചിലപ്പോ വിചാരിച്ചിട്ട് പോലും ഇല്ലെങ്കിലോ, എന്നെ അവൻ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലെങ്കിലോ, എന്നെ അവൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലെങ്കിലോ, ഈ ഒരു തോട്ട് കൊണ്ട് തന്നെ പറയാതെ പോകുന്ന പ്രണയങ്ങളുണ്ട്. ചില പല ആളുകളുടെ മെയിൻ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്, എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇതിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയാൾ പറയും, അയ്യോ ഞാൻ ഇന്ന് ഇത്രയും നാൾ അങ്ങനെയല്ല കണ്ടത്, ഞാൻ എന്റെ ഫ്രണ്ട് ആയിട്ടാണ് കണ്ടത്, നമുക്ക് അത് തന്നെ മതി എന്ന് പറയുന്ന പല ഘട്ടങ്ങളും ഉണ്ട്. അത് നമ്മുടെ ആഗ്രഹമല്ലേ പറയുന്നത്. പലതരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ട്. ചിലപ്പോൾ പല ആളുകൾ വെറുതെ എന്താ ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് സ്നേഹിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ചില ആളുകൾക്ക് ചിലപ്പോൾ ആത്മാർത്ഥമായിട്ടായിരിക്കും അവർ സ്നേഹിക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അവളിപ്പോൾ ഒരാളുടെ ഐ ലവ് യു പറയുമ്പോൾ നമുക്ക് വേറെ മനസ്സിലൊന്നും ഉണ്ടാവൂല, നമുക്ക് ഇഷ്ടപ്പെട്ടു വേണം, ആ ഒരു ഇതേ ഉണ്ടാവത്തുള്ളൂ. അതാണ് നിഷ്കളങ്കമായ പ്രണയം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ വേറെ കള്ളത്തരോ അല്ലെങ്കിൽ വേറെ വലിയ വലിയ ചിന്തകളൊന്നും ഇല്ലാതെ നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണ്. അത് പക്ഷെ ആ കാലത്തിലേ നടക്കും. പക്ഷെ ഇപ്പം ആ കാലം മാറി. ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികൾ ഈ രണ്ട് സിനിമകൾ എനിക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ തോന്നും. ഒരിക്കലും ഇവർ തമ്മിൽ ഒന്നിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫുകളിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിലെ പറയാതെ പോകുന്ന പ്രണയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പല പ്രണയങ്ങളും സക്സസ് ആവാത്തതിന്റെ ഏറ്റവും വലിയൊരു കാരണമായിരിക്കും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ പോകുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ടാവും. കുറേ അധികം ലൈഫ് ആ ജീവിതങ്ങൾ തന്നെ നമ്മൾ മുമ്പിൽ കാണും. അങ്ങനെ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഇതേപോലെ പറയാൻ പറ്റാതെ പോയ പ്രണയങ്ങളുണ്ടാവും. അത് മേ ബി ഒന്നിച്ചിരുന്നെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയേനെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ പറ്റാതെ പോകുന്നത് പ്രണയങ്ങൾ? സാഹചര്യങ്ങളായിരിക്കാം. ചില സൗഹൃദങ്ങളുടെ ഇടയിലേക്ക് പ്രണയം കടന്നു വന്നു കഴിഞ്ഞാൽ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. പിന്നെ ഭാവിയെ ചിന്തിച്ചിട്ടുള്ള ഞാൻ കൂടെ അവരുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഭാരമായാലും ഇങ്ങനത്തെ കുറെ ചിന്തകൾ തന്നെയായിരിക്കും പറയാതെ പോകുന്നത്. ഇപ്പൊ ചിലപ്പോൾ ഞാനിപ്പോൾ ഒരാളായിട്ട് പരിചയപ്പെട്ടു, പലതരത്തിലുണ്ട്. അപ്പൊ ഒരാളായിട്ട് ഞാൻ പരിചയപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ അത് പിന്നെ ചിലപ്പോൾ കുറച്ചുകൾ കഴിയുമ്പോൾ ആ ബന്ധം അവിടെ വെച്ച് കട്ടാവും. ഇല്ലെങ്കിൽ ഇപ്പൊ ആതിര പറഞ്ഞ പോലെ ഒരുപാട് വർഷമായിട്ട് പരിചയമുള്ള ഒരാൾ, അപ്പൊ അയാൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്താ വിചാരിക്കുക, അത് തുറന്ന് പറഞ്ഞിരുന്ന് എന്റെ സൗഹൃദം കട്ടായി പോകുമെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കും. ചിലപ്പോൾ എതിരെ നിൽക്കുന്ന ആൾക്കും അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ അയാൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പരസ്പരം പറയാതിരിക്കുന്നത് ഒരു തെറ്റല്ലയോ? ഈ വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് ശരിക്കും. അവരാദ്യം പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ ഇനിയിപ്പോ അതാ അവർ ചിലപ്പോ വിചാരിച്ചിട്ട് പോലും ഇല്ലെങ്കിലോ, എന്നെ അവൻ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലെങ്കിലോ, എന്നെ അവൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലെങ്കിലോ, ഈ ഒരു തോട്ട് കൊണ്ട് തന്നെ പറയാതെ പോകുന്ന പ്രണയങ്ങളുണ്ട്. പണ്ട് കാലത്താണെങ്കിൽ ഇതിന് കുറച്ചും കൂടെ, പണ്ടത്തെ ജനറേഷൻ വൈസ് ആണെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ്, അന്നായിരുന്നു ഇത്തരം ഈ പറയാതെ പോകുന്ന പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ജനറേഷൻ ഗ്യാപ്പ് ഒക്കെ വന്നതിന് ശേഷം ഇപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. ഓപ്പൺ അപ്പ് ആയിട്ട് കുറെ കൂടെ പറയുന്ന ആ ഒരു തലങ്ങളിലേക്കാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിലും അങ്ങനത്തെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവാം ലൈഫില്. ഏതെങ്കിലുമൊക്കെ മൊമെന്റ്സിൽ ആരോടെങ്കിലൊക്കെ ഇഷ്ടങ്ങളൊക്കെ തോന്നിയിട്ട്. പക്ഷെ ഇതുപോലെ രണ്ട് ഘട്ടമുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. ചില ആളുകൾ തുറന്ന് പറയും, എടുത്തു ചാടി, ഇത്ര നാളെ നല്ല കമ്പനിയാണ്, അപ്പൊ ഇത്ര എന്തായാലും അവർക്ക് എന്നെ ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ അവിടെ വെച്ച് മുറിയുന്ന പല ബന്ധങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലേ? പക്ഷെ ഒരാളെ ടു ബി ലൗഡ് എന്ന് പറയുന്നത് അത്ര മോശമായിട്ടൊരു കാര്യമല്ല. നമ്മള് അങ്ങനെ പല ആളുകളുടെ മെയിൻ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്, എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇതിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയാൾ പറയും, അയ്യോ ഞാൻ ഇന്ന് ഇത്രയും നാൾ അങ്ങനെയല്ല കണ്ടത്, ഞാൻ എന്റെ ഫ്രണ്ട് ആയിട്ടാണ് കണ്ടത്, നമുക്ക് അത് തന്നെ മതി എന്ന് പറയുന്ന പല ഘട്ടങ്ങളും ഉണ്ട്. അത് നമ്മുടെ ആഗ്രഹമല്ലേ പറയുന്നത്. പക്ഷേ ഇപ്പോ എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ എൻ്റെ ഒരു പാർട്ട്ണർ ആക്കാൻ താല്പര്യമുണ്ട്, അത് എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ഞാൻ നിന്നോട് പറയുന്നത്. അത് ഞാൻ നിന്നെ സ്ട്രെസ് ചെയ്യുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, ഞാൻ നിന്നോട് അത് ഷെയർ ചെയ്യുന്നു, നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അതിൻ്റെ അപ്പുറത്തേക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കളയുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നീ പറയാണ് നീ അങ്ങനെ ഓക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ആ ഒരു താങ്ക് യു പറയുന്ന ആ ഒരു സിറ്റുവേഷൻ വളരെ കുറവാണ്. ഇപ്പോ ഞാൻ വെറുതെ ഒരാളെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരാളെ ക്ഷണിക്കില്ല, നിനക്ക് എന്നെ ഇഷ്ടമാണ്, ഓക്കെ താങ്ക് യു,
അതിന്റെ അപ്പുറത്തേക്കും ആ ഒരു ബോണ്ട് തകർക്കപ്പെടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഓ ഞാൻ നിന്നോട് അത്രയും ക്ലോസ് ആയതുകൊണ്ടായിരിക്കും നീ എന്നോട് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുമ്പോഴാണ് പല ബന്ധങ്ങളും തകരുന്നത്. അല്ലെങ്കിൽ ഇനി ഞാൻ ആ ഒരു പഴയതുപോലെ ബോണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നിന്റെ ഇഷ്ടം വീണ്ടും തുടർന്ന് പോകും, നിനക്കൊരു ലൈഫ് ഉണ്ടാവില്ല എന്നൊരു തോട്ടും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം പല ഫ്രണ്ട്ഷിപ്പുകളും ബ്രേക്ക് ആയി പോകാനുള്ള പ്രധാന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ആ ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു ലൈഫ് കിട്ടും, നീ അടുത്ത ഒരു വഴിയിലേക്ക് പോകും എന്ന് ചിന്തിക്കുന്നത് കൊണ്ട്. പക്ഷേ എല്ലാവർക്കും സ്നേഹിക്കപ്പെടാൻ വളരെ ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ്. ഒരാളെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോൾ അത് അല്ല നമ്മള് അല്ല അത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരാളെ നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ. അത് ഇഷ്ടങ്ങള്, യഥാർത്ഥ ഇഷ്ടങ്ങൾ, ലസ്റ്റുകളെ പറ്റിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്, ഇഷ്ടങ്ങളെ പറ്റിയിട്ട്. ഒരുപാട് പലതരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ട്. ചിലപ്പോൾ പല ആളുകൾ വെറുതെ എന്താ ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് സ്നേഹിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ചില ആളുകൾക്ക് ചിലപ്പോൾ ആത്മാർത്ഥമായിട്ടായിരിക്കും അവർ സ്നേഹിക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഈ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹങ്ങൾക്കാണ് ഈ പറയുന്നത് കുറേ ഒരു ഗ്യാപ്പുകൾ ഉണ്ടായ ശേഷവും അപ്പോഴും നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പോഴും എന്താ നീ വീണ്ടും കാണുന്ന സമയത്ത് നിനക്ക് അതേ ഫീലിങ്സ് തന്നെ, അവരോട് പ്രത്യേകിച്ച് നിനക്ക് ആ ഒരു ഇയേഴ്സിന്റെ അല്ലെങ്കിൽ മാസങ്ങളുടെ ഒന്നും ഗ്യാപ്പ് നിനക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ ആളെ നീ അവസാനമായി കണ്ടു നിർത്തി അതേ രീതിയിൽ തന്നെ നിനക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സ്റ്റിൽ ഐ ലവ് യു, ആ ഒരു ഫീൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ശരിക്കും നീ ആ ഒരു വ്യക്തിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നുള്ളതിന്റെ ഒരു അടയാളം. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും മടുക്കൂലായിരിക്കും അല്ലെ? ഇപ്പൊ വേറൊരു എന്താ പറയാ, നമുക്ക് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ബോറടി വരൂല. പക്ഷെ അട്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് ആദ്യം വലിയ കാര്യമായിരിക്കും, ഭയങ്കര അയ്യോ എനിക്ക് ഇപ്പോൾ മതി ആ ഒരു സാധനം വരും. പക്ഷെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒരാഴ്ചയോ കുറച്ച് ദിവസമോ കഴിയുമ്പോൾ കുറച്ച് നാൾ അടുപ്പിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. ഇത് എന്തിനിടെ ഇപ്പം എന്നെ വിളിക്കുന്നത് കിടന്നു, ഈ ഒരു സാധനം അടിക്കും. അതാണ് അട്രാക്ഷൻ. നമുക്ക് യഥാർത്ഥ ലവ് ആണെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം, നമുക്ക് ലൈഫിൽ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ചിലരെ സംബന്ധിച്ച് ആ പ്രശ്നങ്ങളുടെ ഇടയ്ക്കും ഇത്ര ഇഷ്ടങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ചിലർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഇപ്പം നിനക്കൊരു ഡേയിൽ നിനക്ക് വളരെ സ്ട്രെസ്ഫുള്ളാണ്, നിനക്ക് താങ്ങാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ നിന്നെ സംബന്ധിച്ച് നിനക്ക് ആ പ്രശ്നങ്ങളായിരിക്കും നീ കൂടുതൽ ഫോക്കസ് ആയിട്ടുള്ളത്. ഇപ്പുറത്ത് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിന്റെ അടുത്ത് ആ ഒരു സമയത്ത് നിന്നോട് കഴിച്ചോ കുടിച്ചോ എവിടെയാ ഇതൊക്കെ ചോദിക്കുന്നത് ചിലപ്പോൾ നിനക്ക് അത്ര അതിലേക്ക് ഒരു ഫോക്കസ് കൊടുക്കാനുള്ള ഇതുണ്ടാവില്ല. പക്ഷെ ഒരു 100-ൽ 10% ആൾക്കാരൊക്കെ ആ ഒരു വിളി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആളുടെ സംസാരം കേൾക്കുന്ന സമയത്ത് അല്പനേരമെങ്കിലും നിന്റെ പ്രശ്നങ്ങൾ മറക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാടുണ്ടാവും. കാരണം നമ്മളിപ്പോൾ ഒരുപാട് പ്രഷറിലിരിക്കുകയാണ്, നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ, നമ്മൾ എന്തെങ്കിലും ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആയിട്ടിരിക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടെങ്കിൽ അത് വലിയ കാര്യമില്ലയോ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരാള് ഉണ്ടാവുന്നത്. പക്ഷെ അത് തിരിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു സ്നേഹം ചിലപ്പോൾ തിരിച്ചു കിട്ടണമെന്നില്ല പല റിലേഷൻഷിപ്പിൽ. അങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് ഒരു എക്സ്പെക്ടേഷൻ മാത്രമായിരിക്കും. നമ്മൾ സ്നേഹിക്കുന്ന അതേ ലെവലിൽ തന്നെ ആ സ്നേഹം തിരിച്ച് വരണം എന്ന് നമുക്ക് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. നമ്മളെ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളതിൽ ഓക്കെ എൻ്റെ എന്തൊക്കെയോ ക്വാളിറ്റീസ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ അത്ര മിക്കതും ആ ഒരു താങ്ക് തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ നീ അവിടെ നിന്നെ ഇഷ്ടപ്പെടാനുള്ള എഫേർട്ടുകളൊന്നും ഇട്ടിട്ടാവില്ല അവർക്ക് ആ ഇഷ്ടം നിന്നോട് തോന്നുന്നത്. ഓക്കെ, ഞാൻ പ്രത്യേകിച്ച് എഫേർട്ട് ഇടുന്നില്ല, അറ്റൻഷൻസ് കൊടുക്കാൻ പോയിട്ടില്ല, എന്നിട്ട് പോലും നിന്നെ അവർക്ക് ഇഷ്ടമാണ് എങ്കിൽ അപ്പോൾ അതിൽ അവരോടൊരു എന്താ പറയുക, ഓക്കെ താങ്ക് യു, എനിക്ക് നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ആ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഫാക്ടർ ഇല്ല. പണ്ടത്തെയൊക്കെ ചില സിനിമകളൊക്കെ ഉണ്ട്, ആ ഒരു സിനിമകളിലൊക്കെ പ്രണയങ്ങളൊക്കെ കാണുമ്പോൾ പലരും പറയുന്ന കാര്യമാണ് ഇതൊക്കെ സിനിമയിലേ ഉള്ളൂ, ജീവിതത്തിൽ അങ്ങനെ ഇല്ല. പക്ഷെ കുറേ അധികം അങ്ങനത്തെ ലൈഫുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ബമ്പർ സിറ്റിയിലൊക്കെ വന്നിട്ടുള്ള ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഏജ്ഡ് ആയിട്ടും അവര് ഈ പറയുന്ന ചായക്കടയിൽ ജോലി ചെയ്യുന്നത് ഓരോ രാജ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ ഇടയിൽ വഴക്കുകളില്ല നമുക്ക് പറയാൻ പറ്റില്ല, വഴക്കുകളുണ്ടാവും. പക്ഷെ വഴക്കുകളുടെ അപ്പുറത്തേക്കും ആ രണ്ട് സോളുകൾ ഒരുമിച്ച് നിൽക്കുക, രണ്ടാൾക്കാരുടെയും സ്വപ്നങ്ങൾ ഒന്നായിരിക്കുക, അവർ കഷ്ടപ്പെടുന്നതിൽ പോലും അവരുടെ ആ ഒരു സ്വപ്നം അടുത്ത ഒരു രാജ്യം കാണുക, ആ ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതായിരിക്കാം ഒരു ഈ സോൾമേറ്റ് കണക്ഷൻ എന്നൊക്കെ പറയുന്നത്.
അതവര് കഷ്ടപ്പെട്ട് പോയി കണ്ടെത്തിയതൊന്നും ആവില്ല അവർ രണ്ടുപേരും. എങ്ങനെയൊക്കെയോ, അതായത് അതാണ് ഈ മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോരുത്തർ വരുന്നത്. ഈ പ്രേമിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സമാധാനം, സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ വേറെ ഒന്നും ചെയ്താലും കിട്ടൂല. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ വേറൊരു സാധനം നമുക്ക് കിട്ടും. അപ്പൊ നമ്മളിത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും? ഒന്നാമത്തെ കാര്യം, ഈ റിലേഷൻഷിപ്പ് ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾ പ്രണയിക്കുന്നുണ്ട്, പക്ഷെ അതിന് ശേഷം ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ആ ഒരു തലങ്ങളിലേക്ക് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ പ്രണയിക്കാൻ മറന്നു പോകും. അപ്പോൾ കൂടുതലായിട്ടും ജീവിത പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വെക്കും. അതേപോലെ ബാക്കിയുള്ള പ്രോബ്ലംസിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നിലനിർത്താനും കമ്മ്യൂണിക്കേഷനും സ്നേഹിക്കാനും ചെറിയ എഫേർട്ടുകളൊക്കെ നിങ്ങൾ മറന്നു. കാരണം നിങ്ങൾക്ക് നീ എന്തിനാ ആ ഒരു എഫേർട്ട് ഇടുന്നത്, അല്ലെങ്കിൽ അവരെന്തിനാ എഫേർട്ട് ഇടുന്നതിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ ഒരുമിച്ചല്ലേ നിൽക്കുന്നത്, മനസ്സിലാക്കിക്കൂടെ, ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് രണ്ടുപേർക്കും ഉള്ളതല്ലേ. ആ ഒരു തോട്ട് വരുമ്പോഴാണ് ദാമ്പത്യത്തിൽ ആ ഒരു മടുപ്പുണ്ടാകുന്നത്. ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടില്ലേ എന്നുവെച്ചാൽ ആ ഒരു ഫാൻറ്റസി വേൾഡ് ആദ്യത്തെ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് വെഡിങ് ആനിവേഴ്സറിയോടോ അല്ലെങ്കിൽ ബർത്ത്ഡേയോടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല അവർക്ക്. വെഡിങ് ആനിവേഴ്സറി ഓക്കെ, ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യും. ഇപ്പൊ പോസ്റ്റിംഗ് ഇല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇടും. ഇവർ പരസ്പരം വിഷ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര പ്രണയിക്കുന്ന ആൾക്കാർ വെഡിങ് ആനിവേഴ്സറി ഇരുന്നിട്ട് നമ്മൾ അന്ന് പ്രണയിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ്സ് ഒക്കെ റീക്യാപ്പ് ചെയ്തിട്ട് ഇവർ സംസാരിക്കുന്നുണ്ടാവും. ഇതൊക്കെ വിട്ടുപോകുന്നുണ്ട്. കാരണം അന്ന് ചിലപ്പോൾ EMI അടയ്ക്കുന്ന ദിവസമായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് PTA മീറ്റിംഗ് ഉള്ള ദിവസമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ദിവസങ്ങളായിരിക്കും. ഇതിനെ പറ്റിയിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇവരുടെ ആ ഒരു ലൈഫിൽ ചിലപ്പോൾ ഇവർ ഇതൊന്നും മാറ്റി വെച്ചിട്ട് അന്ന് അവരുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസം ആക്കേണ്ടിയിരുന്ന ദിവസത്തെ പോലും ഇവരിങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കളയും. പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ആലോചിക്കും, പക്ഷേ ഞാൻ ജീവിക്കാൻ മറന്നുപോയ കുറേ ദിവസങ്ങളുണ്ടല്ലോ, എന്ത് കാര്യം, ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്ക് ഇപ്പോഴും നമ്മളൊരു ഈ 60 വയസ്സുകാരനെ പോലും യൗവന കൗമാരക്കാരനാക്കുന്ന ഒരു ലഹരിയാണ് പ്രണയം എന്ന് പറയുന്നത്. അത് പോലും മോഹൻലാൽ സിനിമയിൽ പറയും അല്ല, ചില സിനിമകളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, അതിനകത്തില് വില്ലനോട് പോലും നമുക്ക് സ്നേഹം തോന്നാൻ കാരണം വില്ലൻ ആ പറയുന്ന നായികയോട് പ്രണയമായിരുന്നു. അപ്പൊ ആ സിനിമയില് എന്നുവെച്ചാൽ ചിലപ്പോ അന്ന് ഇറങ്ങിയ ടൈമിൽ അയാൾ വില്ലനായിരിക്കും, പക്ഷെ അയാളുടെ പ്രണയം കാണുമ്പോൾ ശരിക്കും ആ നായകനെക്കാട്ടിലും ആ നായികയെ സ്നേഹിച്ചത് വില്ലനായിരുന്നില്ലേ എന്നൊക്കെ തോന്നി പോകുന്നു. പ്രകാശ് രാജിന്റെ ഒരു സിനിമയില് പുള്ളി വില്ലനായിട്ട് ചെല്ലത്തെ കൊണ്ടുപോകാൻ ആ ഇതൊക്കെ പറയുന്നത് ഭയങ്കര നിഷ്കളങ്കമായ ഒരു പ്രണയമാണ് പുള്ളിക്ക്. പുള്ളി അത്ര വലിയ വില്ലനാണ്. അല്ല പറയുമ്പോ അതാണ് ഈ പ്രണയത്തിന് നമ്മളിപ്പോ വില്ലനാണെങ്കിലും നായകനാണെങ്കിലും പ്രേമിക്കുന്ന സമയത്ത് എല്ലാവരും ഹീറോസ് ആണ്. അല്ല, പ്രണയത്തിന് പാവപ്പെട്ടവരാണ് ആ ഒരു കാര്യത്തിൽ. ഇതിനൊരു വലിയ മാജിക് ഉണ്ട് ശരിക്കും. നിങ്ങളുടെ എന്ത് ആ ഒരു മോശ സ്വഭാവമാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും എല്ലാത്തിനെയും റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക്ക് ഈ ഒരു പ്രണയത്തിനുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. അതിനകത്ത് തന്നെ ഈ പറയാതെ പോകുന്ന പ്രണയങ്ങളുടെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഇപ്പോൾ പണ്ട് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ പേടിച്ചിട്ടൊക്കെ പറയാതിരിക്കും. അപ്പോൾ ഇവരൊക്കെ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ നോക്കും, ഇഷ്ടപ്പെടുവോ എന്നെ, ഞാൻ സ്നോക്കിയെ ഇഷ്ടപ്പെടുവോ, വേറെ ലൈൻ ഉണ്ടോ, ഇതൊക്കെയായിരിക്കും നമ്മുടെ ചിന്തകളോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ അവര് ഒന്ന് ഈ ആക്സിഡന്റിലൊക്കെ ഒക്കെ നമ്മള് ഈ ഐ കോണ്ടാക്ട് വരുന്നതായിരിക്കും, അപ്പൊ തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർ ആ ഒരു ദിവസം എന്ന് പറയുന്നത്. അതൊക്കെ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. സ്കൂളിലൊക്കെ അത് ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ കാലം ഒരുപാട് മാറി. കുറച്ച് ആളുകൾക്കൊക്കെ മുമ്പ് സ്കൂളിലുള്ള പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. സ്കൂള്, കോളേജ്, എല്ലാ പഠനകാലങ്ങള്, ഇനിയിപ്പോ അതിനകത്തിലൊക്കെ പ്രണയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് അന്ന് ഈ പറയാതെ പോകുന്ന പ്രണയങ്ങൾക്ക് ഒരു കാര്യമുണ്ട്. അതിനകത്തില് പ്രത്യേകിച്ച് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ഈ പ്രണയങ്ങൾ രൂപപ്പെടുന്നത് പോലും. പക്ഷെ അന്ന് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആ ഒരു അഫയർ നമുക്ക് വേറെ മനസ്സിലൊന്നും ഉണ്ടാവൂല, നമുക്ക് ഇഷ്ടപ്പെട്ടു വേണം, ആ ഒരു ഇതേ ഉണ്ടാവത്തുള്ളൂ. അതാണ് നിഷ്കളങ്കമായ പ്രണയം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ വേറെ കള്ളത്തരോ അല്ലെങ്കിൽ വേറെ വലിയ വലിയ ചിന്തകളൊന്നും ഇല്ലാതെ നമ്മള് ഒരാളെ സ്നേഹിക്കുകയാണ്. അത് പക്ഷെ ആ കാലത്തിലേ നടക്കും. പക്ഷെ ഇപ്പം ആ കാലം മാറി. ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികൾ ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികൾ ആക്ച്വലി പലതും നമ്മളിപ്പോ ചിന്തിക്കുന്നതിനേക്കാളും പലതും ആലോചിച്ചിട്ടായിരിക്കും ഇപ്പൊ ഒരാളുടെ വിഷ്ടമാണത് പറയുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു ഫിയർ കാലഘട്ടത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രണയങ്ങൾ, ഇത് പ്രണയമാണോ? ഇപ്പോ നിന്നോട് ആക്സിഡന്റലി ഒരാൾ വന്നിട്ട്
എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് എന്താ നമുക്ക് തമ്മിലുള്ള റിലേഷൻ ആവാനൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, അത്തരത്തിലൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു എന്ന് വെച്ചാല് പല സ്ത്രീകളെ സംബന്ധിച്ചിട്ടും ചില നോവലുകളിലൊക്കെ പ്രണയങ്ങളുണ്ട്. എന്ന് വെച്ചാല് KR മീരയുടെ, അതേപോലെ മാധവിക്കുട്ടിയുടെ കുറെ കൂടെ ലസ്റ്റുകളാണ് അതിനകത്തിൽ മുഴുവൻ എഴുതിയിട്ടുള്ളതെങ്കിലും പക്ഷെ ചില പ്രണയങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു പ്രണയം ഇപ്പോൾ കൂടുതൽ ഇപ്പൊ ഈ ജെൻസുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് റാം കെയർ ഓഫ് ആനന്ദി ആയിരിക്കും. അതിനകത്തിലെ ചില മൊമെന്റ്സ് ഉണ്ടല്ലോ, ആ ഒരു മൊമെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രണയമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു പ്രണയം സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും നോവലുകളൊക്കെ വായിക്കുന്നത് കൊണ്ട് എനിക്ക് ബേസിക്കലി എനിക്ക് അങ്ങനെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് പ്രണയങ്ങൾ വളരെ ഒരു ഇഷ്ടമായിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ ഒരു എന്താ നമ്മുടെ ആ ഒരു മെന്റൽ ഇന്റിമസി ഉണ്ടല്ലോ, പരസ്പരം ആ ഒരു മാനസിക ഇന്റിമസി, ആ ഫിസിക്കൽ ഇന്റിമസിയെക്കാട്ടിലും കുറച്ചും കൂടെ അത്തരത്തിലുള്ള നമ്മൾ അങ്ങനെയൊക്കെ അഡ്മയർ ചെയ്യുന്നതൊക്കെ പൊതുവെ അതിനെ ആ ഒരു ലെവലിൽ കാണുന്നതിനാണ് എനിക്കിഷ്ടം. അതൊരു സെക്ഷുവലി റിലേറ്റ് ചെയ്യാതെ എനിക്ക് അത്തരം അഡ്മയറിങ്ങുകളെ അങ്ങനെ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസിക് സാധനങ്ങളായിരിക്കാം. ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് ഇത് ക്ലീശയാണല്ലോ എന്ന് തോന്നിപ്പോകുന്നതായിരിക്കും. പക്ഷെ ഇതൊക്കെ ക്ലീശയല്ലേ, കുറച്ച് എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ റിലേഷൻഷിപ്സുകളൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്കും ഇങ്ങനത്തെ കുറച്ച് ക്ലാസിക് അഡ്മയറിങ് ഉണ്ട്. അതൊക്കെ അങ്ങ് നോവലുകളിലും ബുക്കുകളിലും മാത്രം ഒതുങ്ങി പോകുന്ന ആ ഒരു തലങ്ങളിലേക്ക് ഈ ഡേറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് നോവലുകളിലെ ഡേറ്റും റിയൽ ലൈഫിലെ ഡേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. നോവലുകളിലെ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു യാത്ര പോകുന്നതായിരിക്കും. ആ യാത്രകളിൽ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ആ യാത്രകൾ പല കാര്യങ്ങളെ പറ്റിയിട്ടും ആസ്വദിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ റിയൽ ലൈഫിനകത്ത് നിങ്ങളൊരു യാത്ര പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു പോയി കഴിക്കേണ്ട റെസ്റ്റോറൻറ്റുകൾ നോക്കും, അതിനുശേഷം സ്റ്റേ ചെയ്യേണ്ട സ്ഥലം നോക്കും, കഴിഞ്ഞു. ഇതിന്റെ അപ്പുറത്തേക്കും ആ ഒരു യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ഇന്റിമസിയുടെ ഒരു മാത്രമായിരിക്കും. ഒരു ഹണിമൂൺ പീരീഡ് പോലെ മാറിപ്പോയിട്ടുണ്ട് ഡേറ്റുകളൊക്കെ. പക്ഷേ അത്തരം ഈ ഒരു ടൈപ്പ് ഓഫ് പ്രണയങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. സിനിമകളിലും നോവലുകളിലും മാത്രം ഒതുങ്ങി പോകുന്ന തലങ്ങളിലേക്കാണ് പോകുന്നത്. പ്രണയങ്ങൾ പലതരത്തിലുണ്ട്, ഓരോ റിലേഷൻഷിപ്പ് ഓരോ രീതിയിലൊക്കെ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 4 പേർക്ക് 4 തരത്തിലായിരിക്കും പ്രണയമുള്ളത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്, മനുഷ്യന്മാരായതുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ആണല്ലോ, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ പറയാതെ നമ്മളിപ്പോൾ ഒരാളടുത്ത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും തുറന്ന് പറയണം. തുറന്ന് പറഞ്ഞാലേ അവർക്ക് നമ്മൾ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അല്ലാതെ അവള് പറയും ഇല്ലെങ്കിൽ അവൻ പറയുമെന്ന് പറഞ്ഞ് നോക്കിയിടുന്ന ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ അപ്പനെ പോയി തുറന്ന് പറയുക. ഋഷാദെ കുറച്ച് നാളേക്ക് ഈ അഡ്മയർ ചെയ്യുന്നതൊക്കെ സംഭവം രസമുള്ളത്. ഈ പറയുന്ന വെട്ടി തുറന്ന് പറയുന്നതിനെക്കാട്ടിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്ത് നിങ്ങൾ അവരെ അതൊക്കെ വലിയ കാര്യം. നമ്മൾ ഇഷ്ടമാണെന്നുള്ള സാധനം നമുക്ക് കിട്ടുവാണ്, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് നിങ്ങൾ എൻജോയ് ചെയ്തോണ്ടിരിക്കും. ഇതെല്ലാം ആസ്വദിക്കണം, ആ ഒരു ലൈഫേ ഉള്ളൂ. പക്ഷെ അവസാനം നിങ്ങൾ ഇതൊക്കെ ആസ്വദിച്ചിട്ട് അവസാനം പറയാതെ പോയി പിന്നെ രണ്ടുപേരും 2 വരിക്ക് ആയി കഴിഞ്ഞാൽ വിഷമിക്കേണ്ടി വരും. അല്ല, വിഷമത്തിന്റെ അപ്പുറത്തേക്ക് അതിലൊരു സുഖമുണ്ട് ഋഷാദെ. എന്ന് വെച്ചാല് ഇപ്പോഴത്തെ ഒരു എനിക്കതിൽ അത്ര വലിയ സുഖമൊന്നും തോന്നുന്നില്ലല്ലോ. അതിന് പറയാതെ പോയി 2 പേരും പിരിഞ്ഞു, അതിനെന്താ സുഖമാണ് ഉള്ളത്. പറയാതെ പോയ പ്രണയങ്ങൾക്ക് അതിൻ്റെതായ ഒരു മധുരം ഉണ്ടെന്നുള്ളത് ഒരു വേദന ഉണ്ടാവും. ഈ പറയുന്ന ചീറ്റിങ്ങിനെക്കാട്ടിലും ആ ആളെ പറ്റി നമുക്ക് ആലോചിക്കുമ്പോ ഒരു ചിരി ഉണ്ടാവും എന്തായാലും മുഖത്ത്. ഇപ്പൊ ഏതൊരാള് ഏതെങ്കിലും ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണോട്, ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടം പറയാതിരിക്കുന്ന കാരണം ആ ഒരു കാലഘട്ടത്തില് നിങ്ങൾക്കൊരു പറയാതെ പോയ പ്രണയം ഉണ്ടാവില്ലേ ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് ചെറിയൊരു നാണോ ചെറിയൊരു ചിരിയൊക്കെ അവരുടെ മൈൻഡിലുണ്ടാവും. കാരണം ആ ഒരു കാലഘട്ടത്തിലേക്ക് അവർ പോവുകയാണ്. എന്നാൽ അത്രേ നമ്മൾ ചൈൽഡ്ഹുഡ് മെമ്മറീസിലേക്കൊക്കെ പോകുന്നത് അറിയില്ലേ, അതേപോലെ ആ കാലഘട്ടത്തിലേക്ക് അവരെ അഡ്മയർ ചെയ്ത ഓരോ സിറ്റുവേഷൻസ് അവരുടെ മൈൻഡിലേക്ക് വരും. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു, ഞങ്ങൾ ട്യൂഷന് പോകുമ്പോൾ ഇങ്ങനെ കാണുമായിരുന്നു, നടന്നു പോകുമ്പോൾ കാണുമായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് മിഠായി കഴിക്കാൻ പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കുറേ മെമ്മറീസ് പറയാം. അതിൻ്റെ അപ്പുറത്തേക്കും ഓക്കെ ഒന്നിച്ചിട്ട് ഇപ്പോൾ നല്ല എന്നുവെച്ചാൽ ഇപ്പം അവർ സക്സസ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇവർക്ക് സന്തോഷമാണ്. ഇപ്പം അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, വേറെ 2 ലൈഫായിട്ടുണ്ട്. ഈ 96 കണ്ടപ്പോൾ കുറേ ആൾക്കാർക്ക് ഭയങ്കര ഒരു എന്താണെന്നറിയോ, നമുക്ക് ഒരിക്കലും അവരെ ഒന്നിക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓൾമോസ്റ്റ് ജാനുവിനെ സംബന്ധിച്ച്
അവരൊരു നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പോലും ഇവർ തമ്മിൽ ഒന്നിക്കണമെന്ന് പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് നഷ്ടപ്രണയമായിരുന്നു. ഒരു പക്ഷേ അവർ തമ്മിൽ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ, ഒരുമിച്ചത് പറഞ്ഞിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തേനെ. പക്ഷേ അവർ കല്യാണം കഴിച്ചത് ഒരു സമാധാനമായിട്ടുള്ളൊരു ജീവിതമാണ്. ആ ഒരാളെ വിട്ടു പോവാൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ ഈ രണ്ട് സിനിമകൾ എനിക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ തോന്നും. ഒരിക്കലും ഇവർ തമ്മിൽ ഒന്നിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫുകളിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ആ ഒരു ഘട്ടം വളരെ മനോഹരമായിരുന്നു, പക്ഷെ ആ ഘട്ടം കഴിഞ്ഞുപോയി. ഇനി നമുക്ക് ആ ഒരു മെമ്മറീസിൽ സന്തോഷം കണ്ടെത്താൻ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും 1990-കളിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു, അതുകൊണ്ട് ഇപ്പൊ നിന്റെ ആ ഒരു ലൈഫ് പാർട്ട്ണറിനെ ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അല്ല, ഇപ്പൊ പ്രസന്റിൽ ഇഷ്ടമാണെങ്കിൽ അത് തുറന്ന് പറയണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് 5 വർഷം മുമ്പ് ചിന്ത ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരിപ്പോ ഒരു മനോഹരമായ ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുമ്പോ പോയിട്ട് നമ്മള് എനിക്ക് കുറെ കാലം മുമ്പ് നിന്നെ ഇഷ്ടമായിരുന്നു, അത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതെ, ആ ഒരു സംവിധാനത്തിൽ നമുക്ക് ഒരിക്കലും അവർ ഒന്നിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ ഓക്കെ, ആ പ്രണയം കാണുമ്പോൾ നമുക്കൊരു ഇത്തരം പ്രണയങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല ഒരാൾക്കും പ്രണയങ്ങളൊക്കെ കാണുമ്പോൾ ദേഷ്യം തോന്നുന്നു. അങ്ങനെ തോന്നുന്ന ആളുകളുണ്ട്. അത് നമ്മുടെ ലൈഫിൽ നമുക്ക് മോശമായത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അതൊരു പ്രത്യേക രീതി, നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ആവാത്തതിന്റെ പ്രശ്നമാണ്.